ഐഡൻറ്റിറ്റി എന്ന മലയാള സിനിമയുടെ റീമേക്ക് റൈറ്റ്സ് വാങ്ങുന്ന പ്രൊഡ്യൂസർക്ക് അത് വെച്ച് 3 സിനിമ പിടിക്കാം. ആ 3 സിനിമകൾക്കുള്ള കഥകളാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ടൊവിനോ, തൃഷ, വിനയ് റായ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2025 തുടക്കത്തിൽ റിലീസായ മലയാള സിനിമയാണ് ഐഡൻറ്റിറ്റി. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇതിലൊരു 3 സിനിമയ്ക്കുള്ള കഥയുണ്ടല്ലോ എന്നുള്ളതാണ്. സോ ആ 3 സിനിമകൾക്കുള്ള കഥകളാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ കഥ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. സിനിമ തുടങ്ങുന്നത് ഒരു കൊലപാതകത്തോടു കൂടിയാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു മുറിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നു. ഈ കേസ് അന്വേഷിക്കാൻ വരുന്നത് അലൻ എന്നൊരു പോലീസ് ഓഫീസറാണ്. ഇയാൾ കേസ് അന്വേഷിച്ച് തുടങ്ങുന്നു. കേസ് അന്വേഷിച്ച് പോകുന്നതിനിടയിൽ ഇയാൾക്ക് മനസ്സിലാവുന്നു ഈ കൊലപാതകം നടന്ന ആ ഒരു സമയത്ത് ആ ഒരു സ്ഥലത്ത് നിന്നും ഒരു 2 വീലർ അതിലെ അതിവേഗത്തിൽ പാഞ്ഞു പോകുന്നുണ്ട്. അത് മറ്റൊരു CCTVയിൽ നിന്നാണ് ഇയാൾക്ക് കിട്ടുന്നത്. അങ്ങനെ അവർ ആ 2 വീലറിനെ കുറിച്ചും ആ 2 വീലറിൻ്റെ ഉടമയെക്കുറിച്ചും അന്വേഷിക്കുന്നു. അത് അലീഷ എന്നൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാവുന്നു. പിന്നെ അന്വേഷണം അലീഷയിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ അലീഷ ഒരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അലീഷയെ പ്രൈം സസ്പെക്റ്റ് ആക്കി വെച്ച് ഇയാൾ ഈ കേസിൻ്റെ അന്വേഷണവുമായിട്ട് അലീഷയുടെ അടുത്ത് എത്തുന്നു. അലീഷയുടെ വേറെ ബോർഡ്സ് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഇയാൾക്ക് മനസ്സിലാവുന്നത് അലീഷ ഈ കൊലപാതകം നേരിട്ട് കണ്ടു. ഇത് കണ്ടതിൻ്റെ ഭയത്തിൽ വണ്ടി ഓടിച്ച് പോകുമ്പോഴാണ് അലീഷയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. സോ അലീഷ പറയുന്നത് ഇയാൾ വിശ്വസിക്കുന്നു. അലീഷയെ വെച്ച് ഈ ഒരു പ്രതിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. അങ്ങനെ അലീഷ പറയുന്നതനുസരിച്ച് ഒരു രേഖാചിത്രം, പ്രതിയുടെ രേഖാചിത്രം വരച്ചുണ്ടാക്കിയിട്ട് അത് വെച്ച് അന്വേഷണം തുടങ്ങുന്നു. ഈ സമയത്ത് ഹരൻ എന്നൊരു യുവാവ് ഇവരുടെ ലൈഫിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്നു. ഹരൻ ഒരു OCD ഉള്ള ഒരാളാണ്. ഇയാൾ സ്കെച്ച് ആർട്ടിസ്റ്റ് അല്ലെങ്കിലും വളരെ നന്നായിട്ട് പടം വരയ്ക്കുന്ന ഒരാളാണ്. അങ്ങനെ ഹരൻ്റെ സഹായത്തോടു കൂടി ഒരു സ്കെച്ച് തയ്യാറാക്കാമെന്ന് കരുതി ഈ അലീഷയെ കൊണ്ട് ഒന്നുകൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഹരൻ ഒരു പടം വരയ്ക്കുന്നു. പക്ഷേ ഹരൻ പടം വരയ്ക്കുന്നത് പകുതി വെച്ച് നിർത്തുന്നു. എന്നിട്ട് അലനുമായിട്ട് സംസാരിക്കുന്നു. നോക്കുമ്പോൾ അലീഷ പറഞ്ഞു കൊടുക്കുന്നത് ഈ പടം വരച്ചുകൊണ്ടിരിക്കുന്ന ഹരൻ്റെ തന്നെ രൂപങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഹരൻ ആണ് കൊലപാതകമെങ്കിൽ ഹരനെ ചൂണ്ടിക്കാണിച്ചാൽ മതിയല്ലോ, വരച്ച് പറഞ്ഞു കൊടുക്കണ്ടല്ലോ. സോ അലീഷയുടെ ക്രെഡിബിലിറ്റിയിൽ ഹരന് സംശയമുണ്ടെന്ന് പറയുന്നു. ഇവൾ കൃത്യമായ കാര്യങ്ങളല്ല പറയുന്നത് എന്ന് ഹരൻ പറയുന്നു. അങ്ങനെ അലനും അത് സംശയമാകുന്നു. സോ അലൻ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് നടന്ന സംഭവങ്ങൾ ഓർത്ത് പറയാനായിട്ട് അലീഷയോട് പറയുന്നു. ഇങ്ങനെ അലീഷ അത് ഓർത്ത് പറയുന്ന സമയത്ത് ഹരൻ അവിടെ ഉണ്ട്. അപ്പോഴാണ് ഹരന് മനസ്സിലാവുന്നത് ഇവൾ കണ്ടിട്ടുള്ള ആ കൊലപാതകി ഞാൻ തന്നെയാണെന്നുള്ളത്. എന്നിട്ട് ആ ഒരു ഇൻസിഡൻറ്റ് കാണിക്കുന്നു. ഹരൻ നടത്തിയ ആ കൊലപാതകം കാണിക്കുന്നു. സോ അയാളാണ് കില്ലർ, ഇവളാണ് സാക്ഷി, അലനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. പക്ഷേ ഇപ്പോഴും അലന് ഹരനിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇൻ്റർവെൽ ബ്ലോക്ക്. ഇൻ്റർവെല്ലിന് ശേഷം ഹരൻ പരമാവധി ഇവരെ മിസ്ലീഡ് ചെയ്യാനുള്ള ശ്രമങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. അത് ഇവൾ പറയുന്നത് തെറ്റിച്ച് വരയ്ക്കുക, ഇവൾ പറയുന്ന ഡീറ്റെയിൽസ് ഒഴിവാക്കി വരയ്ക്കുക, അങ്ങനെ പല രീതിയിൽ ഇവരെ മിസ്ലീഡ് ചെയ്യാനായിട്ട് ഹരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അലൻ വേറെ രീതിയിലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവൊക്കെ നോക്കിയിട്ട്. അങ്ങനെ പോകുന്നതിനിടയിൽ ഈ കൊലപാതകം നടത്തിയ ആൾക്ക് OCD ഉണ്ടെന്നുള്ളത് അലൻ കണ്ടെത്തുന്നു. അതായത് ഈ കൊലപാതകം നടന്ന റൂമിൻ്റെ മുമ്പുള്ള ഒരു ചിത്രം കിട്ടുന്നു. അത് വളരെ അലങ്കോലമായി കിടക്കുന്ന ഒരു മുറിയാണ്. പക്ഷേ ഈ കൊലപാതകം കഴിഞ്ഞ ആ മുറി വളരെ എല്ലാം അടുക്കി വെച്ചിരിക്കുന്ന ഒരു മുറിയാണ്. ഈ ഒരു കൊലപാതകയ്ക്ക് OCD ഉള്ളതുകൊണ്ട് ഇയാൾ മുറിയിൽ കടന്നു പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇയാൾ ഇതെല്ലാം ഒതുക്കി വെച്ചു. അതാണ് അയാൾ ചെയ്ത മിസ്റ്റേക്ക്. സോ ആ ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ട് അലന് മനസ്സിലാവുന്നു ഇത് OCD ഉള്ള ഒരാളാണെന്നുള്ളത്. ഹരനും അത്തരത്തിലുള്ള ഒരാളാണ്. മാത്രമല്ല ഈ ഹരൻ ഇവരെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് അലന് സംശയം തോന്നി. സോ ഹരൻ ആണ് കൊലപാതകി എന്ന് ഏകദേശം അലന് മനസ്സിലാവുന്നു. പക്ഷേ ഇത് അലീഷ ടെസ്റ്റിഫൈ ചെയ്യണം. അപ്പോൾ അലീഷയെ കൊണ്ട് ഇത് പറയിക്കാനായിട്ട് അലീഷയോട് ഇയാൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ഹരൻ ആയിരിക്കാം കൊലപാതകി, നിനക്ക് തെറ്റിപ്പോകുന്നതാണ്, നീ പറയുന്ന രൂപം കറക്റ്റാണ്, എന്നിട്ട് എന്തുകൊണ്ട് ഇവനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അലീഷയ്ക്ക് ആകെ തലവേദനയാവുന്നു, ആകെ ടെൻഷനാവുന്നു, നമുക്ക് എന്താണെന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അലീഷയെ ഒരു ഡോക്ടറെ അടുത്ത് എത്തിക്കുന്നതും അവിടെ വെച്ച് അലീഷയുടെ ഈ മെഡിക്കൽ കണ്ടീഷൻ റിവീൽ ആവുന്നു. അതായത് അവൾക്ക് ഫേസ് ബ്ലൈൻഡ്നെസ് ഉണ്ട്, മുഖങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കാനുള്ള ഒരു ഐഡൻറ്റിറ്റി കണ്ടെത്താനുള്ള കഴിവ് അവൾക്ക് നഷ്ടപ്പെട്ടു. സോ ഇവൾ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സാക്ഷിയല്ല. ഇവൾ പോയിട്ട് ഇത് ഹരനാണെന്ന് പറഞ്ഞാലും ഈ മെഡിക്കൽ കണ്ടീഷൻ വെച്ച് ഈ ഒരു ഹരൻ ഊരിപ്പോരും. പിന്നീട് അലൻ ഹരനെ പൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഹരൻ പല രീതിയിൽ രക്ഷപ്പെടാൻ നടക്കുന്നു. അവസാനം ഇവർ തമ്മിലൊരു ഫൈറ്റ് നടന്നിട്ട് അലീഷയുടെ കയ്യിൽ തോക്ക് കിട്ടുന്നു. ഈ സമയത്ത് ഇവളുടെ മുന്നിൽ ഇവർ 2 പേരുണ്ട്. ഈ 2 പേരും ഒരേ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അലന് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിരിക്കുന്നു. മേ ബി പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടാവും, കൈ പിന്നിൽ കെട്ടിയിട്ടുണ്ടാവും. അതേപോലെ ഹരനും കൈ പിന്നിൽ കെട്ടിയിട്ടാണ് നിൽക്കുന്നത്. സോ അലീഷ നോക്കുമ്പോൾ 2ഉം ഒരേ രൂപമുള്ള ആൾക്കാരാണ്. ഇതിൽ ഏതാണ് ഹരൻ ഏതാണ് അലൻ എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. 2 പേരും ഇവളുടെ നേർക്ക് അടുത്തടുത്ത് വരുന്നുണ്ട്. പെട്ടെന്ന് ഇവൾക്ക് ഷൂട്ട് ചെയ്യണം. ഈ സമയത്ത് ഒരു ഫ്ലാഷ് കട്ട് കുറച്ച് മുമ്പ് അലൻ
അലീഷയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചെറിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് ആൾക്കാരെ മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ചെറിയ ഡീറ്റെയിലിങ്, എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു ഐഡൻറ്റിറ്റി അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഹരൻ്റെ ഒരു ഐഡൻറ്റിറ്റിയും അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഐഡൻറ്റിറ്റി പെട്ടെന്ന് ഓർത്തെടുത്തിട്ട് അവൾ കൃത്യമായിട്ട് ഹരനെ ഷൂട്ട് ചെയ്യുന്നു. ഇതാണ് പടത്തിൻ്റെ ക്ലൈമാക്സ്. സോ ക്ലൈമാക്സിൽ അലീഷയുടെ ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉപയോഗിച്ചു കേസിൻ്റെ തെളിവിനായിട്ട് കൊലപാതകിയുടെ OCD എന്ന് പറയുന്ന കണ്ടീഷൻ ഉപയോഗിച്ചു. ക്ലൈമാക്സിൽ അത്യാവശ്യം ടെൻഷൻ ബിൽഡ് ചെയ്തിട്ട് ആ പഴയ സീൻ ഒന്നുകൂടെ കൊണ്ടുവന്നിട്ട് കറക്റ്റായിട്ട് വില്ലനെ ഷൂട്ട് ചെയ്യുന്നിടത്ത് തിയേറ്ററിൽ കൈയടി കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഈ പടം എൻഡ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സിനിമ ഒരു ത്രില്ലറാണ്. ഈ സിനിമ മുഴുവനായിട്ട് നടക്കുന്ന ഒരു ഫ്ലൈറ്റിലാണ്. കൊച്ചിയിൽ നിന്നും ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു. ഈ ഫ്ലൈറ്റിൽ ഒരു പ്രധാനപ്പെട്ട കേസിലെ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയുണ്ട്. നമ്മുടെ സിനിമയെ കാണിച്ച പോലത്തെ ഒരു ലേഡി ആയിരിക്കാം ഈ ഒരു സാക്ഷി. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഓഫീസേഴ്സും ഇവരെ കൂടെ തന്നെ ഉണ്ട്. ഈ ഒരു ഫ്ലൈറ്റിൽ തന്നെ ഇവരെ കൊല്ലാനുള്ള ഒരാളും കയറിയിട്ടുണ്ട് എന്ന് പോലീസിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. സോ ഇത്തരത്തിലൊരു അറ്റാക്ക് ഉണ്ടായാൽ അത് തടയാനായിട്ട് ആ ഫ്ലൈറ്റിലുള്ള എയർ മാർഷലിനെ ഇവരെ ഏൽപ്പിക്കുന്നു. സോ ഇതിലെ നായകൻ ഈ ഒരു എയർ മാർഷലാണ്. അത് നമ്മുടെ ഹരനാണ്. സോ ഫസ്റ്റ് ഹാഫിൽ മൊത്തം ഇയാളുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഈ ഒരു ലേഡിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. സോ ആരായിരിക്കും കൊലപാതകി എന്ന് കണ്ടെത്തുന്നതിനൊപ്പം തന്നെ ഇവർക്ക് അടുത്തടുത്ത് വരുന്ന ആൾക്കാരെ മാറ്റുക, ഇവരെ സീറ്റ് മാറ്റിയിരുത്തുക, അത്തരത്തിൽ പല രീതിയിൽ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഈ ഫസ്റ്റ് ഹാഫിൽ മുഴുവനായിട്ട് കാണിക്കുന്നത്. പക്ഷേ ടുവാർഡ്സ് ദ ഇൻ്റർവെൽ മറ്റൊരു കാര്യം റിവീൽ ആവുന്നു. ഈ പാസഞ്ചർ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഇതിലൊരു 20 പേര് ഇത്തരത്തിൽ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട പല കേസിലെയും സാക്ഷികളാണ്. സോ ഈ സാക്ഷികളെല്ലാം ഈ ഫ്ലൈറ്റിലുണ്ട്. അപ്പോൾ ഒരാളെ കൊല്ലാനായിട്ട് ഒരാളെ കയറ്റുക എന്നതിനേക്കാളും 20 പേരെ ഒരുമിച്ച് കൊല്ലണമെങ്കിൽ ഇവരുടെ പ്ലാൻ ഈ ഫ്ലൈറ്റ് ക്രാഷ് ആക്കുക എന്നത് തന്നെയായിരിക്കാം. സോ അതാണ് ഇൻ്റർവെല്ലിൽ റിവീൽ ആവുന്നത്. സോ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ ഇയാളുടെ ഈ ഒരു എയർ മാർഷലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഫ്ലൈറ്റ് ക്രാഷ് ആവാതെ തടയുക എന്നുള്ളതാണ്. സോ ഫ്ലൈറ്റ് ക്രാഷ് ആക്കണമെങ്കിൽ ഒന്നുകിൽ പൈലറ്റിനെ സ്വാധീനിക്കണം, ഇല്ലെങ്കിൽ ATSലുള്ള ആരെങ്കിലും സ്വാധീനിക്കണം. സോ ഇവരാദ്യം പൈലറ്റുകളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നു. 2 പൈലറ്റുകളും നല്ല ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നീട് ഇവർക്കൊരു ഡൗട്ട് തോന്നുന്നു, ഈ ഒരു പൈലറ്റുകളുടെ ഫാമിലീസ് പ്രൊട്ടക്റ്റഡ് ആണോ എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഇവർ ഈ ഒരു പൈലറ്റുകളുടെ ഫാമിലീസിനെ കുറിച്ച് ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു പൈലറ്റിൻ്റെ ഫാമിലി മിസ്സിംഗ് ആണ്. സോ അവരെ അബ്ഡക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇയാളെ കൊണ്ട് ഈ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്ലാൻ. സോ ഇയാൾ മരിച്ചാലും ഫാമിലി പ്രൊട്ടക്റ്റഡ് ആവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇയാൾ വണ്ടി ഓടിക്കുന്നത്. പക്ഷേ ഈ കോക്പിറ്റിൽ 2 പേരും കൂടെ ഉള്ളതുകൊണ്ട് ഇയാൾക്ക് ഇത് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. സോ മറ്റേ പൈലറ്റിനെ എന്തെങ്കിലും പറഞ്ഞ് മാറ്റിയിട്ട് വേണം ഇയാൾക്ക് ഈ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യാനായിട്ട്. സോ ഇതായിരുന്നു പ്ലാൻ. സോ ഇതറിയുന്ന എയർ മാർഷൽ അയാളിപ്പോൾ ഫ്ലൈറ്റിലാണ്. സോ ഗ്രൗണ്ടിലുള്ള ആൾക്കാരെ ഇയാൾ ഇത് വിവരം അറിയിക്കുന്നു. അവർ ചെന്ന് ഒരു വലിയ ആക്ഷൻ സീക്വൻസിലൂടെ ഈ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇയാൾ ഈ കാര്യം ഈ പൈലറ്റിനെ അറിയിക്കുന്നു. പൈലറ്റിന് അത് വിശ്വാസമാവുന്നില്ല. അയാൾക്ക് കൃത്യമായിട്ട് തെളിവ് കൊടുക്കാനായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് ഇത് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ പൈലറ്റ് അത് വിശ്വസിക്കുന്നു. അങ്ങനെ ഫ്ലൈറ്റ് സേഫ് ആവുന്നു. അങ്ങനെ അപ്പോഴേക്കും ഒരു 75% കഴിഞ്ഞു. പക്ഷെ അപ്പോഴാണ് മനസ്സിലാവുന്നത് ATSലെ ഒരാളുടെ ഫാമിലിയെ ഇവർ പൊക്കുന്നു. സോ ഇനി ഈ ഒരു ATSലുള്ള ആളുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇതേ സമയം ഫ്ലൈറ്റിലുള്ള എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യണം. വളരെ കുറച്ച് സമയമുള്ളൂ, ഫ്ലൈറ്റ് ലാൻഡ് ആവാറായി. ഈ ഒരു ടൈറ്റ് ടാസ്കുകൾ രണ്ടും കൂടെ സൈമിൾട്ടേനിയസ്ലി കാണിച്ച് ഈ സമയത്ത് ഈ ഒരു ഫ്ലൈറ്റിനകത്തും ഈ എയർ മാർഷലിനെ കൊല്ലാണ്ട് ഒരു അറ്റാക്ക് നടക്കുകയാണെങ്കിൽ ഫ്ലൈറ്റിനകത്ത് വെച്ചൊരു ഫൈറ്റും ഗ്രൗണ്ടിൽ വേറൊരു ഫൈറ്റും ATSൽ ആളെ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നിടത്തും ഇതെല്ലാം കൂടെ വെച്ച് വളരെ ടൈറ്റായിട്ടുള്ള ഒരു ലാസ്റ്റ് 20 മിനിറ്റ്സ് കൊടുത്തിട്ട് ക്ലൈമാക്സിൽ വില്ലന്മാരെയൊക്കെ ഇടിച്ച് തോപ്പിച്ച് എയർ മാർഷൽ കോക്പിറ്റിൽ എത്തുന്നു. എന്നിട്ട് ആ ഒരു സിഗ്നൽ കട്ട് ചെയ്ത് ഈ ഫ്ലൈറ്റ് ക്രാഷ് ആക്കാനുള്ള ആ ഒരു ശ്രമം ഒഴിവാക്കുന്നു. അതിനുശേഷം മാത്രം ATSലെ ആ ഒരു ഉദ്യോഗസ്ഥനെ അവർ ലൊക്കേറ്റ് ചെയ്ത് ഫാമിലി സേഫാണെന്ന് അറിയിക്കുന്നു. അങ്ങനെ സേഫായിട്ട് ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ സിനിമ. ഇനി മൂന്നാമത്തെ സിനിമ. ഈ സിനിമയിൽ അലനാണ് വില്ലൻ, ഹരനാണ് നായകൻ. ഇതിൽ അലൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമാനായ ഒരു മാസ്റ്റർ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ക്രിമിനലാണ്. ഇയാളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വലിയ വലിയ കോൺട്രാക്റ്റുകൾ, അതേപോലെ വലിയ വലിയ കേസുകളുടെ വിധി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇയാൾ എടുക്കുന്ന കോൺട്രാക്റ്റുകൾ. ഇതിലാരെയും കൊല്ലുന്നില്ല. ഇയാൾ ചെയ്യുന്നത് ഇത്തരത്തിൽ ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്യേണ്ട ആൾ, അല്ലെങ്കിൽ ഒരു കോടതിയിൽ വലിയ വിധി പറയേണ്ട ജഡ്ജി, ഇവരുടെയൊക്കെ പെൺമക്കളെ അബ്ഡക്റ്റ് ചെയ്തിട്ട് ഇവരുടെ സെക്ഷലൈസ്ഡ് വീഡിയോസ് ഷൂട്ട് ചെയ്ത് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഈ കേസുകളുടെ വിധി മാറ്റുന്നതും ഈ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യിക്കുന്നതും. അങ്ങനെ ഇത്തരത്തിൽ വലിയ വലിയ ഡീലുകൾ ചെയ്തു കൊടുത്ത് നല്ല കമ്മീഷൻ വാങ്ങി ഇയാൾ കുറേ പണം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇയാളിത് ഡയറക്റ്റ് ഇറങ്ങി ചെയ്യുന്നതല്ല, ഇയാളത് മറ്റൊരുത്തിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. പക്ഷേ ഇയാളിത് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന ക്രിമിനൽ അവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവൻ ഈ പെൺകുട്ടികളുടെ വീഡിയോസ് എടുത്തിട്ട്
ഇത് വേറെ സൈറ്റുകൾക്ക് വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു പരിപാടി തുടങ്ങുന്നു. ഇവൻ ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്ന കാര്യം ഈ ഒരു അലൻ അറിയുന്നില്ല. ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവൻ അബ്ഡക്റ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടി മാറിപ്പോകുന്നു. അതായത് ശരിക്കും എടുക്കേണ്ട ഒരു കുട്ടിക്ക് പകരം ഈ ഹരൻ്റെ പെങ്ങളെ ഇവർ തെറ്റായിട്ട് കിഡ്നാപ്പ് ചെയ്യുന്നു. അത് ഇൻ്റർവെല്ലാണ് റിവീൽ ആവുന്നത് ആ പെൺകുട്ടി മാറി എന്നുള്ളത്. അപ്പോൾ അലൻ പറയുന്നു, എടാ ഇങ്ങനത്തെ മിസ്റ്റേക്ക് ചെയ്യരുത്. അപ്പോൾ ഈ അപ്ഡേറ്റ് ചെയ്ത ആൾ പറയുന്നു, ഇത് വലിയ പ്രശ്നമൊന്നുമല്ല, അത്ര വലിയ മിസ്റ്റേക്കൊന്നുമല്ല, ഇത് ഏതോ സാധാരണക്കാരനാണ്, നിങ്ങൾ ഇത്രയും ഹൈ പ്രൊഫൈൽ ആൾക്കാരും പിള്ളേരെയല്ലേ പൊക്കാറ്, ഇത് ഏതോ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലൊരു കുട്ടിയാണ്, ഇതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. സെക്കൻഡ് ഹാഫിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യുന്നു. ഇതിൻ്റെ റീസൺ ഹരൻ അന്വേഷിക്കുന്നു. ഹരൻ അന്വേഷിക്കുമ്പോൾ ഇവളുടെ വീഡിയോ ലീക്കായ കാര്യം അറിയുന്നു. ഇത് അന്വേഷിച്ച് വന്ന് ഇവൻ ഈ ഒരു നെറ്റ്വർക്ക് മുഴുവൻ കണ്ടുപിടിച്ച് ഈ നെറ്റ്വർക്ക് മൊത്തം പൊളിച്ച് ഈ അലനെയും അവസാനം വകവരുത്തുന്നു. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ്. സോ ഒരു സാധാരണക്കാരൻ ഇത്രയും വലിയൊരു ഹൈടെക് നെറ്റ്വർക്കിനെതിരെ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു, എങ്ങനെ അവരെ കണ്ടുപിടിക്കുന്നു, എങ്ങനെ അവരെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ കഥ. സോ അത് കുറച്ചുകൂടെ ഹൈടെക് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പക്കാ ത്രില്ലറാണ്. അത്യാവശ്യം ആക്ഷൻ സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇതാണ് ഈ ഒരു 3 സിനിമകൾ. ഐഡൻറ്റിറ്റി എന്ന സിനിമയുടെ റീമേക്ക് റൈറ്റ്സ് വാങ്ങുകയാണെങ്കിൽ ആ കഥയിൽ നിന്ന് ഈ 3 കഥകളും എടുക്കാം. ഈ 3 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഈ 3 കഥകളും എടുക്കാം. 3 തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കാം. സോ ഈ 3 കഥകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.